ബേബിയാടാവേ, എടാ ഞാനാണ് ബേബി. MA ബേബി അല്ലടാവേ, പെരുങ്കുടി ബേബി. ഇവന് ചെവിയും കേൾക്കത്തില്ല. മനപ്പൂർവ്വം ഒന്നും അല്ലടാവേ, ഞാൻ എൻ്റെ ഫോണൊന്ന് മാറ്റിയായിരുന്നു. അപ്പൊ ഈ പുതിയ ഫോണിലേക്ക് ആ നമ്പറൊക്കെ കയറ്റി കഴിഞ്ഞപ്പം ബാധിരയായി. അതുകൊണ്ടാ വിളിക്കായിരുന്നേ. എന്നതാ പുതിയ ഒരു കമ്പനി ഇല്ലയോടാ? ചക്കയോ മാങ്ങയോ? എടാ ജോഷിയെ, ഈ ഫോണിന്റെ പേരെന്നാണോ? അത് തന്നെ, ആപ്പിള്. നമ്മുടെ സാബു ഇല്ലയോ, അവൻ പറഞ്ഞു പുതിയ ഫോൺ അയച്ചാൽ ആരും ഉപയോഗിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പം ചുളു വിലക്ക് ഞാനിതൊക്കെ മേടിച്ചു. കൊള്ളാം കേട്ടോ. പിന്നെ നിനക്കൊക്കെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഈ തോണ്ടുന്ന ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന്. എന്നാ പിന്നെ ഞാനും അങ്ങ് വിചാരിച്ചു തോണ്ടിയേക്കാവന്ന്. പിന്നെ നമുക്ക് മറ്റൊരു 3.5 കോടിക്ക് അങ്ങ് ഉറപ്പിക്കാം. 1/2 കോടി പോയിട്ട് 1/2 കൂട്ടി തരികയല്ല. പറ്റുവാന്നേ വിളി, ഇല്ലേ വിടറാവേ. കൊള്ളാം കേട്ടോ ജോഷിയെ നമ്മുടെ ഫോൺ. ഇതാവുമ്പം പിടിക്കാനൊക്കെ നല്ല ഒരു ഇതാ. പിന്നെ നീ എന്ന് പോകുന്നെന്നാ പറഞ്ഞേ? 2 ആഴ്ചക്കുള്ള. 2 ആഴ്ച? നീ എന്നാത്തിനാടാവുക ഗൾഫിൽ പോകുന്നേ? ബേബിച്ച എന്നെ വളയം പിടിക്കുമ്പം ഇത് തന്നെ അല്ലയോടാ ഗൾഫ്. നിനക്കൊക്കെ ഞാൻ എന്നെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോടാവേ? അതല്ല ചായോ, അവളങ്ങ് ഗൾഫിൽ നഴ്സല്ലായോ. ഞങ്ങളെ അക്കരെ ഇക്കരെ നിൽക്കുന്ന അത്ര നല്ലതല്ലെന്ന് അമ്മച്ചി പറയുന്നത്. അമ്മച്ചി ഈ പ്രായത്തിലും അങ്ങനെയൊക്കെ പറഞ്ഞോടാവേ. എന്നാ പിന്നെ ഒരു 2 ദിവസത്തിനകം നീ അങ്ങ് ഇറങ്ങിക്കോ. 2 ആഴ്ചയൊക്കെ പോകാനുള്ളതല്ലേ. ഞാൻ വേറെ ഏതെങ്കിലും ഒരുത്തനെ വെച്ചോളാം, അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് ഓടിച്ചോളാം. എൻ്റെ വിധിയാന്ന് വിചാരിക്കും. അതാ പിന്നെ വന്നല്ലോ. ബേബിയാ മാത്തച്ചോ, അവധി പറയാനാന്ന് നീ വിളിക്കണ്ട കേട്ടോ. നടക്കുക എൻ്റെ പൊന്നു മാത്തച്ചാ, നടക്കുകയല്ല. ഞാൻ എന്താ കമ്പനിയിലെത്തി, പിന്നെ വിളിക്കാം. ആഫീസിലോട്ട് വാടാവേ. ഇതൊക്കെ ഇവിടെ വെച്ചാന്നോ പറയുന്നത്? എന്നതാ ഉഷാദേ? നമ്മുടെ ആനച്ചേട്ടൻ്റെ അടുത്ത് പുതിയൊരു ആന. നീ ആ പാമ്പാടി രാജൻ എന്ന് പറഞ്ഞ് കുറെ കാലം എന്നെ പറ്റിച്ചതാ കേട്ടോ. നീ ആനക്കാരും പറഞ്ഞ് എന്റെ കണ്ണുമെട്ടത്ത് വന്നു പോലും. ഇതാരാടാവേ? എനിക്കറിയാമല്ല. നീ ഏതാടാ കുഞ്ഞേ? എന്നതാ വേണ്ടേ? ഞാൻ സാറിനൊന്ന് കാണാവുന്നതാ. സാർ? അതിനിവിടെ സാറന്മാരും ഇല്ലല്ലോ. സാറിനെ നീ എന്നെയാണോ സാറേന്ന് വിളിച്ചേ? എന്നാ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാട്ടെ, സാറിന് പോയിട്ട് ഒരുപാട് കാര്യമുള്ളതാ. ഞാൻ സാറിന്റെ ഈ മൊബൈൽ വാങ്ങാൻ വന്നതാ. ശരിടാ, പാവപ്പെട്ടവൻ ഒരു മൊബൈൽ മേടിച്ചപ്പോ എന്താ പിറ്റേന്ന് കാലത്ത് തന്നെ അത് വാങ്ങാൻ ആള് വന്നിരിക്കുന്നു. ആട്ടെ, നീ ഇതിന് എന്നാ തരും? എന്റെ കയ്യില് കാശൊന്നുമില്ല. പിന്നെ സ്വർണ്ണമായിട്ടാ? ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ എടുത്ത് വീട്ടിൽ കൊള്ളാം. നീ ആള് കൊള്ളാലോടാവേ. എന്നതാ പേര്? ഗിരീഷ്. എവിടാ താമസിക്കുന്നേ? ലക്ഷം വീട് കോളനി. എവിടാ? ലക്ഷം വീട് കോളനി. ലക്ഷം വീട് കോളനിയിലാന്നോ? എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ഈ പെരുങ്കുടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒക്കെ ഇല്ലേ, ഞാനിതൊക്കെ നിന്റെ പേർക്ക് അങ്ങ് എഴുതി തരട്ടെയോ? നീ എന്നായാലും ജോലി അതങ്ങ് വീട്ടിയാ മതി. പോയി എവിടെയെങ്കിലും പോയി വരെ ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്കടാവേ. എന്നിട്ടേ കൊക്കിൽ ഒതുങ്ങുന്നേ കൊത്താവൂ കേട്ടോ. ചെല്ലു പോടാവേ. കൊള്ളാവല്ലോ, എന്നാ ഡിമാൻഡാ. കുറെ നേരത്തെ വാങ്ങേണ്ടതായിരുന്നു. So how was your journey? Okay. വരാതിരിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. Papa? Papa? Hello my darling. Hey Papa. Hey. How are you? I'm fine. How was your flight? Good. See, Papa has brought chocolates for you. Mummy, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, ഓക്കേ? ചെല്ലു മോളെ, പപ്പ ഇവിടെ തന്നെ ഉണ്ടാവും. Please mummy. മോളു, you do one thing. ഇന്നിപ്പോ സ്കൂളിൽ പോ, എന്നിട്ട് ഇത് ഫ്രണ്ട്സിനെ കൊടുക്ക്. Please Papa, please ma. പോവാൻ. You go. Okay. ഞാൻ എന്താ ബാങ്കിൽ നിന്ന് ഇറങ്ങുവാ. ഒരു 1/2 മണിക്കൂർ കൊണ്ട് അങ്ങ് എത്തും. ഇവിടെ നീയല്ലയോ നേരത്തെ ഈ ഫോണും ചോദിച്ചു വന്ന? അതെ. നിന്റെ കൂടെ ഒന്നും മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലയോ? ബേബി ഒരു സാധനം വാങ്ങിച്ചാൽ പിന്നെ വിൽക്കത്തില്ല. അതിനിപ്പോ കാഞ്ഞിര വന്നാലും ശരി, ഓണം വന്നാലും ശരി. മനസ്സിലായോ? നിന്ന് സമയം കളയാതെ പോടാവേ. മനുഷ്യനെ മെനക്കെടുത്ത. Excuse me, I want to recharge for like 100 rupees. ഇംഗ്ലീഷാ? എന്നിട്ട് എടാ ഗിരീഷേ, നീ കുറെ നേരം കുറ്റിയടിച്ചോണ്ടിരിക്കണത് എന്തായി? സാബു, ഈ iPhone 6 എന്താ വില? എന്തിനാടാ? വിൽക്കാനാണോ? മേടിക്കാനാ. മേടിക്കണ കാര്യമൊന്നും നീ പറയണ്ട. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കാൻ പോയിട്ട് നമുക്ക് നല്ലോണം കിട്ടിയില്ല ലാസ്റ്റ്. നല്ല തല്ലി. എടാ ഇതങ്ങനല്ലടാ, നീ ഒരു ഫോൺ എനിക്ക് ഇൻസ്റ്റാൾമെന്റ് താ. എൻ്റെ ഗിരീഷ്, നിന്ന് മെനക്കെടുത്താണ്ട് പോയേ. എനിക്ക് ഇൻസ്റ്റാൾമെന്റ് വെച്ചോടൊന്നും ഇല്ല ഇവിടെ. പിന്നെ നീ ആയതുകൊണ്ട് മാക്സിമം ഒരു 5000 രൂപയുടെ ഫോൺ ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് തരാം.
എടാ നീ അത് ഒന്നും പറയണ്ട ഐഫോണിന്റെ കാര്യം നടക്കൂല ഇഷ്ടം. യു ആർ ഫ്രം ആക്ച്വലി Kumalangi. ഡാ, ആ കൊച്ചിനെ പറഞ്ഞോളൂ എന്നെ വീട്ടിൽ അന്വേഷിക്കുമല്ല. 50 രൂപ റീചാർജ് ചെയ്ത് വന്നിട്ട് 50,000 രൂപ വർത്താനോ. മോളെ ഈ വളം കടിക്കുന്ന ഫോൺ എടുത്തിട്ട് പോയേ. That's rude, man. Rude. എടാ ഐഫോണിൽ നോട്ടോടണ്ടാ, ഇവിടെ CCTV ഒക്കെ ഉള്ളതാ. ഓ പപ്പയ്ക്ക് എത്ര ദിവസം ലീവ് കിട്ടും? ലീവ് നോക്കുന്നില്ല. യു നോ വാട്ട്, പപ്പേനെ ഞാൻ ഇനി എങ്ങോട്ടും വിടുന്നില്ല. വി ആർ ഗോയിങ് ടു അവർ നേറ്റീവ് നെക്സ്റ്റ് വീക്ക്. അപ്പാപ്പനെ കാണാൻ. പിന്നെ ഇപ്രാവശ്യം എന്തായാലും ഏഞ്ചലിനെ കാണാൻ പോകും. Hello? Yeah. Yeah, tell me. ആനിനോട് ഇതേപ്പറ്റി സംസാരിച്ചോ? ഇല്ല. ഓർത്തോളൂ, എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇതേപ്പറ്റി അവളോട് സംസാരിക്കേണ്ടി വരും. കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയതിനു ശേഷം എല്ലാം വിട്ടെറിഞ്ഞ് റെഡ് ക്രോസിന്റെ റെഫ്യൂജി ക്യാമ്പ് എന്ന് പറഞ്ഞ് ജോലിക്ക് പോകേണ്ട ആവശ്യം റോയ്ക്കുണ്ടോ? ആസ് എ മ്യൂച്വൽ ഫ്രണ്ട്, ഐ എം ടെല്ലിങ് യു, ഗിവ് ഇറ്റ് എ സെക്കൻഡ് ചാൻസ്. എല്ലാം എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഐ ഷുഡൻറ്റ് ഹാവ് ഗോട്ട് മാരിഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ആൻഡ് മോറോവർ വി ഹാവ് ലോസ്റ്റ് ദാറ്റ് ബോണ്ട്. ചേച്ചി, ഇതുപോലെ ഞാനും സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയാൽ ആൻ്റെ കാര്യം പിന്നെ ആര് നോക്കും? ഇതിപ്പോ ഞാൻ കുട്ടിയെ നോക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടല്ലേ റോയ് ഇങ്ങനെ ചരട് പൊട്ടിയ പട്ടം പോലെ നടക്കുന്നത്. മോളെ മാത്രം സ്നേഹിക്കുന്ന ഒരു അച്ഛനെ അല്ല എനിക്ക് ആവശ്യം. ഐ നീഡ് എ ഫാമിലി. ആനിന് നിങ്ങളുടെ തീരുമാനം കൊണ്ടുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. വാട്ട് എവർ, മൈ ജോബ് ഇസ് ടു ഗെറ്റ് യു ഡിവോഴ്സ്. അഗെയിൻ യു തിങ്ക്. Bye. Papa. 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 Hey, sweetheart. How was your day? Amazing. Papa, നമുക്ക് പുറത്തു പോവാം. ആദ്യം ബോട്ടിംഗ്, പിന്നെ PVR 3D. പിന്നെ ഞാൻ നാളെ സ്കൂളിൽ പോകൂല. ഇൻസ്റ്റെഡ് നമുക്ക് ഇപ്രാവശ്യം ഏഞ്ചലിനെ കാണാൻ പോവാം. പിന്നെ മോളു പപ്പയ്ക്ക് ഇപ്പൊ തന്നെ പോണം. പപ്പയുടെ വണ്ടി വന്നു. ആൻ, മോളു വെയിറ്റ് പ്ലീസ് ലിസൺ ടു മീ. റോയെ ഇനി ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല. യു ക്യാൻ ബി എ ഫ്രീ ബേർഡ്. പക്ഷെ പറ്റുമെങ്കിൽ അവളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഡിവോഴ്സിന് വേണ്ടി മാത്രം വിളിച്ച് വരുത്തിയതാന്ന് കരുതരുത്. എല്ലാം വളരെ പെട്ടെന്നാകുന്നതാണ് നല്ലത്. കുട്ടികളല്ലേ, വേഗം മറന്നോളൂ. നിങ്ങൾ സർക്കാരിനോട് പോയി പരാതി പറയാവേ. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ വെള്ളം അടിക്കുന്ന ബാറുകളൊക്കെ സർക്കാർ പൂട്ടിയില്ലയോ? ബേബി ഞാൻ ഇറങ്ങുവാന്നേ. സാറടിച്ചോ? വളരെ നിന്നെ കാണാതിരുന്ന കാറ് ചുമക്കുന്നു. നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ. നീ അല്ലേടാ രാവിലെ ഫോണും ചോദിച്ചോണ്ട് വന്ന് അല്ലേ? നിന്നോട് ഞാൻ മലയാളത്തിലല്ലോടാ രാവിലെ പറഞ്ഞ തരത്തില്ല. അല്ല സാറേ, മിണ്ടരുത്, പോടാ.
സാർ ഡാ, ഇവിടെ വാ. ഇവിടെ വാ. നിനക്ക് ഈ വണ്ടി ഓടിക്കാൻ അറിയോ? ആ നീ ഇത് കരുതുന്ന പോലെ സാധാരണ വണ്ടിയല്ല. ഓടിക്കോ? ഞാൻ ഓടിക്കാം സാർ. ആ എന്നാ നീ ബേബി ഞാനൊന്ന് വീട്ടിൽ കൊണ്ടാക്കാം.